Hello, hi, welcome to City Supermarket and Departmental Store Roadshow. ഇന്നിവിടെ ഞാൻ വന്നപ്പോൾ എല്ലാവരും ഭയങ്കര വിഷു സെലിബ്രേഷൻ മൂഡിലാണ്. ഇന്നിവിടെ ഇവരുടെ കസ്റ്റമേഴ്സിന് വേണ്ടി എന്തൊക്കെയോ സ്പെഷ്യൽ സർപ്രൈസസ്, സ്പെഷ്യൽ ഗെയിംസ് ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. അതുകൂടാതെ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. ഇന്നത്തെ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വാട്ടർമെലൺ ഈറ്റിംഗ് കോമ്പറ്റീഷൻ ആണ്. അതെ, തണ്ണിമത്തൻ കഴിക്കുന്ന കോമ്പറ്റീഷനാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ഹായ്, ഇവിടെ ഇപ്പോൾ എന്നോടൊപ്പം സിറ്റി സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൻ്റെ GM ആണ് മിസ്റ്റർ സോനു ജേക്കബ് ആൻഡ് ഇതിൻ്റെ പർച്ചേസ് ഹെഡായ മിസ്റ്റർ അഷ്റഫ്. ഹലോ, നമസ്കാരം. ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വാട്ടർമെലൺ ഈറ്റിംഗ് കോമ്പറ്റീഷൻ നടക്കാൻ പോവാണ്. നമുക്ക് പാർട്ടിസിപ്പൻസിനെ ഒക്കെ ഒന്ന് പരിചയപ്പെടാം. ഓരോരുത്തരെ we have 10 participants here today. Okay, let's start with you. What's your name? Nivedit. Okay, എവിടുന്നാണ്? Where are you staying? Sharjah, nearby? Abu Shagara. Okay, are you all ready? Yeah. Okay, next one. Abu Shagara. അതിൽ ഇനി ചോദ്യങ്ങൾ ബാക്കി വരാനുണ്ട്. അപ്പം ഇന്നെന്താ ജയിച്ചിട്ടേ പോകുന്നുള്ളൊരു തീരുമാനത്തിലാണോ? ഇല്ല, പാർട്ടിസിപ്പേഷൻ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. My name is Carol Rodriguez and I'm just shifted here to Abu Shagara. Okay, she's new to Abu Shagara. Okay, all the best. My name is Vanshdeep Singh. I live near KM Trading. All right. My name is Jaspreet Kaur. I live in Abu Shagara. Abu Shagara itself. Okay, so you all have come all prepared to eat the watermelon? Yeah, sort of. Yeah? Okay, all the best. My name is Sanju Godwin. I'm from Abu Shagara only. Okay, have you taken part in other competitions like this or this is the first time? No, I used to take. Okay, here we have somebody who is very experienced. My name is Shad. I am from Abu Shagara. Abu Shagara. Yeah, Mary Godwin from Abu Shagara. Okay. My name is Regina. I'm from Abu Shagara. Abu Shagara. Okay. My name is Yada from Abu Shagara. Okay, so you all do shopping here, is it? Okay, so is it time to start? So let's start. Okay, ഇവിടെ തുടങ്ങുകയാണ് നമ്മളുടെ വാട്ടർമെലൺ ഈറ്റിംഗ് കോമ്പറ്റീഷൻ. അത് തണ്ണിമത്തൻ കഴിച്ച് തീർക്കണം എന്നുള്ള ഒരു ദൗത്യമുണ്ട് ഇവർക്ക് ഇന്നിവിടെ. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ വിന്നർ ആരാകും എന്നുള്ളത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ തണ്ണിമത്തനെല്ലാം കട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. എല്ലാവരും ഇംപേഷ്യൻ്റ്ലി ഇവിടെ വെയിറ്റ് ചെയ്യാണ്. കാരണം കുറേ നേരമായി തോന്നി ഇവിടെ ഒരു വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഇവർ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം മാത്രമേ കഴിച്ച് തീർക്കുക എത്രയും പെട്ടെന്ന്. ഓക്കെ, ഓൾ റെഡി? ഒരു ലൗഡ് യെസ്. യെസ്. ഓക്കെ, ഞാൻ എക്സൈറ്റഡ് ആണ്. ഐ എം ഷുവർ യു ഓൾ ആർ ഈക്വലി എക്സൈറ്റഡ്. ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞാൻ പറയുന്നതായിരിക്കും. The person who consumes the maximum amount of watermelon in 2 minutes. 2 മിനിറ്റിനുള്ളിൽ ആരാണ് മാക്സിമം amount of watermelon കഴിക്കുന്നത് അവരാണ് ഇന്നത്തെ വിന്നർ. അപ്പം 2 മിനിറ്റ്സിൽ the store manager സ്റ്റാർട്ട് പറയും. ആ മൊമെന്റിൽ you have to start. സ്റ്റോപ്പ് പറയുമ്പം you have to stop. So is it clear? Yes. Okay. So all ready? Yes. 1, 2, 3. Start. Fast. വേഗം. നിങ്ങളുടെ കയ്യടി വേണം. കയ്യടി അവിടെ. വേഗം കഴിക്കൂ. ഇവിടെ ചേച്ചി കഴിച്ച് തീർക്കാറായെന്ന് തോന്നുന്നു ഒരു പീസ്. അവിടെ മോൻ കഴിച്ച് തീർക്കാറായി. എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. വേഗം. ഈറ്റ് ഫാസ്റ്റ്. ഡ്രസ്സിലാക്കല്ലേ. ഡോണ്ട് പുട്ട് ഇറ്റ് ഓൾ ഓവർ യുവർ ഡ്രസ്. ഇവിടെ ചേച്ചി രണ്ടാമത്തെ വാട്ടർമെലൺ എടുത്തു തുടങ്ങി. വേഗം. കിഡ്സ് കം ഓൺ. കുട്ടികൾ വേഗം. ചേച്ചി കഴിച്ചു കഴിഞ്ഞു. 3 കഴിച്ചു കഴിഞ്ഞു. വേഗം കഴിക്കൂ. അവിടെ കഴിച്ച് ടിഷ്യൂ കൊണ്ട് തുടച്ച് പിന്നെയും കഴിച്ച് ടിഷ്യൂ കൊണ്ട് തുടച്ച് പതിയാണ് അവിടെ കഴിക്കുന്നത്. വേഗം കഴിക്കൂ. നിങ്ങളുടെ പ്രോത്സാഹനം. കൈയടിച്ചോളൂ. എന്നാലും അവർക്ക് കഴിച്ചു. കുട്ടിപ്പട്ടാളങ്ങൾ വേഗം കഴിക്കൂ. ചേച്ചിക്ക് ഫുൾ സപ്പോർട്ട് ആണ്. അതുപോലെ എല്ലാവർക്കും സപ്പോർട്ട്. 30 seconds more. ഇവിടെ ഒരാൾ
വാട്ടർമെലൺ നേരത്തെ കഴിച്ച എക്സ്പീരിയൻസ് ഉള്ള ഒരു ആളാണിത്. എക്സ്പീരിയൻസ് തീരെ ഇല്ലാത്ത ആളാണത്. വെറും 8 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. യെസ്, ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. കൈയടി കൈയടി. കഴിഞ്ഞു. ഇനി ഒരു കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് വിന്നർ ആരാന്നറിയാം. ഹായ്, ഹലോ, വെൽക്കം ടു സിറ്റി സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ റോഡ് ഷോ. ഇവിടെ ഇപ്പോൾ എൻ്റെ കൂടെ ഒരു കപ്പിൾ ഉണ്ട്. ഇവരോട് നമ്മളൊരു ചോദ്യം ചോദിക്കുന്നതായിരിക്കും. അതിന് ഇവർ ശരി ഉത്തരം നൽകുകയാണെങ്കിൽ ദർ ഇസ് എ ഗിഫ്റ്റ്, എ സർപ്രൈസ് ഗിഫ്റ്റ് ഫോർ ദം. അപ്പോൾ നമുക്ക് അവരെ പരിചയപ്പെടാം. ഹായ്, വെൽക്കം ടു ദ ഷോ. എന്താ പേര്? റഷീദ്. ഷെഫീദ. എന്താ വാവയുടെ പേര്? അജ്വ വാവേ. ഓക്കെ. എവിടെ നിങ്ങൾ അബുഷഗറിലാണോ താമസം? ഇവിടെ തന്നെ. സ്ഥിരമായിട്ട് ഇവിടെ ആണോ വരാറ് ഷോപ്പിങ്ങിന്? ഇവിടത്തെ. അതെയോ? ഓക്കെ. പാട്ട് പാടുവോ? ഒരു രണ്ട് പാടിക്കോളൂ. നമ്മളുടെ അടുത്ത് പാട്ട് പാടാൻ ആൾ റെഡിയാണ്. ഓക്കെ, പാടിക്കോളൂ. ഏതെങ്കിലും ഒരു പാട്ട് ജോയിൻ ചെയ്താൽ മതി, കൂടെ പാടിക്കോ. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. കുഴപ്പമില്ല, പാടിക്കോളൂ. ഒരാൾ തുടങ്ങി മറ്റേ ജോയിൻ ചെയ്തു. ഏത് പാട്ട് വേണമെങ്കിലും, ഏത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാപ്പിള പാട്ടോ ഏത് വേണമെങ്കിലും പാടാം. സിനിമ പാട്ടോ. കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനെ, കരളിൻ്റെ നോവുകൾ എല്ലാം കാണുന്ന പരിതാനേ, ദണ്ഡങ്ങൾ തീർത്ത് സലാമത്തേകണേ മന്നാനേ, ദുഃഖത്തിൻ മാറല നീക്കിടേണേ ആ സുബ്ഹാനേ. എക്സലന്റ്, കൈ കൊടുക്ക്. ആ സ്പിരിറ്റ് ആണ്, നല്ലതായിട്ട് പാടി. ഓക്കെ, ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ, റെഡി അല്ലേ? ഓക്കെ. ദുബായിക്ക് വേറൊരു പേരുണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുന്നേ. ദുബായ് എന്നല്ലായിരുന്നു ദുബായിയുടെ ഒറിജിനൽ നെയിം. ദുബായ് വേറൊരു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അത് എന്താണെന്ന് നമുക്ക് ഇവരോട് ചോദിക്കാം. അറിയോ? ദുബായിയുടെ ഒറിജിനൽ നെയിം എന്താണെന്നുള്ളതാണ് ചോദ്യം. അല്ല, പേർഷ്യ അല്ല. അറിയില്ല. ഓക്കെ, ഒരു ക്ലൂ കൊടുക്കാം. ക്ലൂ ഉണ്ട്. ക്ലൂ എന്ന് പറയുന്നത്, ഈ പേരിൽ ഇവിടെ ഒരു റോഡ് ഉണ്ട് ദുബായില്. ഒരു സ്ട്രീറ്റിന്റെ പേരായിരുന്നു ദുബായിക്ക് നേരത്തെ. ഷെയ്ഖിന്റെ പേരാണോ? അല്ല, ഷെയ്ഖിന്റെ പേരല്ല. അല്ല. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ടൈം കാണാം. താങ്ക് യു സോ മച്ച് ഫോർ പാർട്ടിസിപ്പേറ്റിംഗ്. താങ്ക് യു. ഹലോ, ഹായ്, വെൽക്കം ടു സിറ്റി സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ റോഡ് ഷോ. ഇവിടെ ഇപ്പോൾ എൻ്റെ അടുത്ത് 3 കുട്ടികളാണുള്ളത്. അവരോട് നമുക്കൊരു ചോദ്യം ചോദിക്കാം. ആദ്യം ഒരു പരിചയപ്പെടാം, പിന്നെ ഒരു ചോദ്യം. പേര് പറഞ്ഞോളൂ. ഫാത്തിമ സഹറ. ഏത് സ്കൂളിലാ? ഗൾഫസ് ഇംഗ്ലീഷ്. ഏത് ഗ്രേഡില്? 6. ഓക്കെ. മോന്റെ പേരെന്താ? അഹമ്മദ് റയാൻ. ഏത് സ്കൂളാ പറഞ്ഞോ? ഗൾഫസ് ഇംഗ്ലീഷ് സ്കൂൾ. അതെ. ഏത് ഗ്രേഡിലാ പഠിക്കുന്നേ? ഗ്രേഡ് 2. മോളോ? അഷ്ന. നാട്ടിലാണോ പഠിക്കുന്നത്? ഇവിടെ അവധിക്ക് വന്നാണോ ഇപ്പോൾ? ഓൾ റൈറ്റ്. അപ്പൊ പാട്ട് 3 കൂടെ പാടുമോന്ന് ഞാൻ ചോദിക്കുന്നില്ല, പാടണം. ഇവര് പാട്ട് പാടാൻ റെഡി ആയിട്ട് നിൽക്കാണ്. പാടിക്കോ? ഇല്ല, ഒരു പാട്ട് പാടാം, അതൊന്നും കുഴപ്പമില്ല. മോൻ സ്റ്റാർട്ട് ചെയ്തോ. പാടിക്കോ? കൈയടിച്ച് തന്നെ കൈയടിച്ച്. വെരി ഗുഡ്, എക്സലന്റ്. പാട്ട് പഠിക്കുന്നവരാണോ? അല്ല, നല്ലതായിട്ട് പാടി കേട്ടോ. എന്താ പാടായിരുന്നേ? പ്രൈസ് വേണ്ടേ? ഇത്തക്ക് കൊടുക്കട്ടെ പ്രൈസ്. ഓക്കെ, അപ്പൊ ചോദ്യം. അതെ, ഇവിടെ ഒരാൾ ചോദ്യത്തിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആൻസർ ഇപ്പൊ ഞാൻ പറയുന്നുള്ള രീതിയിൽ. ഓക്കെ, നമുക്കിപ്പോ ചോദിക്കാം. ദുബായ് മെട്രോയിൽ കയറിയിട്ടുണ്ടോ? ഓക്കെ. ദുബായ് മെട്രോയിൽ ഇവരെല്ലാവരും കയറിയിട്ടുണ്ട്. അപ്പം അടുത്ത ഓക്കെ 3 പേര് കയറിയിട്ടുണ്ട് ദുബായ് മെട്രോയിൽ. അപ്പം നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത്, ദുബായ് മെട്രോ ഏത് ദിവസമാണ് തുടങ്ങിയത് ദുബായിൽ? പറയൂ. ഡേറ്റും ഇയറും പറയണം.
വളരെ എളുപ്പമുള്ള ഒരു നമ്പറാണ്. അതാണ് ഞാൻ ഇവരോട് ചോദിക്കാൻ കാരണം. വലിയവരോട് ചോദിച്ചാൽ അവർ ഈ ഉത്തരം പറയും. അതുകൊണ്ട് കുട്ടികൾക്ക് ഞാൻ ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ് കൊടുത്തത്. ഓക്കെ, ഒരു ക്ലൂ എടുക്കാം. ക്ലൂ വേണോ? ആ ഓക്കെ, ഞാൻ വർഷം പറയാം, നിങ്ങൾ ഡേറ്റ് പറയണം. ഡേറ്റും മാസവും പറയണം. ഓക്കെ, 2009 തുടങ്ങിയത്. ഏത് മാസം ഏത് ദിവസം? ആ, ക്ലൂ കൊടുത്തു കഴിഞ്ഞു. ഇനിയും ഉത്തരം പറഞ്ഞില്ലേല് അല്ല, ഇങ്ങനെ ഓരോന്നുമായിട്ട് പറയില്ല. ഓരോരോ മാസങ്ങളായിട്ട് ഏതെങ്കിലും മാസം ശരിയാവും. ഒന്നുകൂടെ ട്രൈ ചെയ്തോളൂ. എളുപ്പമാണ്. 2009 വെച്ചിട്ട് എന്തെങ്കിലും സിമിലാരിറ്റി തോന്നുന്ന എന്തെങ്കിലും നമ്പർ ഉണ്ടോ? എനിക്ക് ഡേറ്റും വേണം മാസവും വേണം. ക്ലൂ തന്നു, 2 ക്ലൂ തന്നു. ഇപ്പോ ഒരെണ്ണമല്ല, 2 ക്ലൂ തന്നു. ഒന്ന് 2009, പിന്നെ ഞാൻ പറഞ്ഞു ആ ഇയറുമായിട്ട് സാമ്യമുള്ള ഒരു ഡേറ്റ് ആണെന്ന്. ഇത്രയും പറഞ്ഞു നിങ്ങൾക്ക്. ആ പറഞ്ഞു. ആ ഡേറ്റ് 9, മന്ത്. ഇനിയും തെറ്റിക്കല്ലേ, തെറ്റിച്ചാൽ ആ അപ്പൊ ഫുള്ള് പറയും. എനിക്ക് ഫുൾ കറക്റ്റ് വേണം. ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട്. ആ പറഞ്ഞോളൂ. ആ സെപ്റ്റംബർ 9. ആ കൈ അടിച്ചോളൂ, കൈ അടിക്കൂ. വെരി ഗുഡ്, കൺഗ്രാറ്റ്സ്. അപ്പം ഈ സമ്മാനം ആരാണ് എടുക്കാൻ പോകുന്നത്? ഈ കുട്ടികൾ ശരി ഉത്തരം തന്നതുകൊണ്ട് സിറ്റി സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിന്റെ വകയായിട്ട് ഇവർക്ക് ഒരു ചെറിയ സമ്മാനം. ആക്ച്വലി സത്യം പറഞ്ഞ ഈ സമ്മാനം ഞാനാണ് എടുക്കേണ്ടത്, പക്ഷേ ഇവർക്ക് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, കൺഗ്രാറ്റ്സ്. കൈയടിച്ച് എല്ലാവരും വെൽ ഡൺ. ഓക്കെ, താങ്ക് യു. ഹായ്, ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു സിറ്റി സെന്റർ സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ റോഡ് ഷോ. ഇപ്പൊ എൻ്റെ അടുത്ത് ഒരു ഫാമിലി ഉണ്ട്, നമുക്ക് അവരെ പരിചയപ്പെടാം. തുഷാര. മോൻ എവിടെ? മോനെ കണ്ടല്ലോ. എന്താ പേര്? ആദിൽ. ആദിൽ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ആദിൽ? ഇംഗ്ലീഷ്. ഏത് ക്ലാസ്സില്? സെക്കൻഡ് സ്റ്റാൻഡേർഡ്. ഓക്കെ, എവിടെ വർക്ക് ചെയ്യുന്നത്? ഓക്കെ, എന്താ മോളുടെ പേര്? ലിയ. നൈസ് നെയിം ലിയ. വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ഒരു ചോദ്യം ചോദിക്കുന്നതായിരിക്കും. അതിന് മുന്നേ ഒരു പാട്ട് പാടാമെങ്കിൽ അത്രയും നല്ലത്. മോൻ പാടോ? ഒരു നഴ്സറി റൈം. ചോദ്യം ഇതാണ്, ദുബായ് നേരത്തെ അറിയപ്പെട്ടിരുന്ന പേര് എന്തായിരുന്നെന്നാണ്. ദുബായ് എന്നല്ലായിരുന്നു നേരത്തെ അറിയപ്പെട്ടിരുന്നത്, വേറൊരു പേരിലായിരുന്നു. അത് എന്താണെന്നുള്ളതാണ് ഇവരോടുള്ള ചോദ്യം. എത്ര വർഷമായി ദുബായില്? 12th ഇയർ ആയി. എന്നിട്ട് ഉത്തരം അറിയില്ല. ഒരു ക്ലൂ തരാം. ഒരു ക്ലൂ ഇവർക്കും കൊടുക്കാം, കാരണം ആദ്യം തന്നെ പറഞ്ഞു അറിയില്ല എന്നുള്ളത്. അപ്പം ക്ലൂ ഇതാണ്, ഒരു സ്ട്രീറ്റിന്റെ പേര്. ഈ ഒരു പേര്, സ്ട്രീറ്റിന്റെ പേരാണ് ഇപ്പൊ ദുബായിൽ. ആ പേരിലായിരുന്നു ദുബായ് നേരത്തെ അറിയപ്പെട്ടിരുന്നത്. ഒരു റോഡ്, ഈ പേരിലൊരു റോഡ് ഇപ്പം ദുബായിലുണ്ട്. അല്ല, എന്തേലും ഗസ് ചെയ്തോളൂ. ഒരു അറബിക് ടച്ചുള്ള ഒരു പേരാണ്, പക്ഷെ ഷേഖിന്റെ പേരല്ല. ഇല്ല, അല്ല, ഒരു അറബിക് ടച്ചുള്ള ഒരു പേരാണ്. എന്തേലും ഒന്ന് ഗസ് ചെയ്തോളൂ. ദുബായിൽ ഈ ഉത്തരം അറിഞ്ഞു കഴിയുമ്പോൾ വിചാരിക്കും അയ്യോ ഈ റോഡായിരുന്നു എന്ന്. അത് കേട്ടിട്ടുണ്ടാവാൻ ചാൻസസ് ഉണ്ട്, കാരണം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റോഡാണ് ദുബായിൽ. ഇല്ല? ഓക്കെ, എനിവേസ് താങ്ക് യു സോ മച്ച് ഫോർ പാർട്ടിസിപ്പേറ്റിംഗ്. താങ്ക് യു, ബൈ. ഹായ്, എന്നോടൊപ്പം ഇവിടെ സിറ്റി സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിന്റെ ചെയർമാനായ മിസ്റ്റർ EK ഖാദർ ആജി എന്നോടൊപ്പം ഇവിടെ ഉണ്ട്. നമുക്ക് അദ്ദേഹത്തെ ഈ ഒരു ഷോയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹലോ സർ, വെൽക്കം ടു ദി ഷോ. സിറ്റി സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ഇവിടെ നിരവധി ബ്രാഞ്ചസ് UAE ഉണ്ട്. പക്ഷേ ഇതിൻ്റെ പുറകിൽ ഉള്ള ഒരു ഹാർഡ് വർക്ക്, അല്ലെങ്കിൽ ഇതൊരു ഇത്രയും സക്സസ്ഫുൾ വെഞ്ചറായിട്ട് എങ്ങനെ മാറി എന്നുള്ളത്, അതിനെപ്പറ്റി എന്താണ് അതിൻ്റെ സീക്രട്ട്? അതിൻ്റെ പുറകിലുള്ള സീക്രട്ട് എന്താണ്? 1980 തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് ഇത്. അപ്പം ഞങ്ങൾ റോളൻ്റെ അടുത്ത് ഒരു ഫിഷ് മാർക്കറ്റ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ അവിടെ ഒരു ചെറിയൊരു ഷോപ്പായിട്ട് തുടങ്ങിയതാണ്. അതിൻ്റെ ശേഷം ദുബായ് തുടങ്ങി, പിന്നെ GPO തുടങ്ങി, അബൂഷാര തുടങ്ങി, അൽക്കാൻ തുടങ്ങി, പിന്നെ ബുത്തീന തുടങ്ങി. അങ്ങനെ ഇപ്പം 5 ഔട്ട്ലെറ്റ് ഞങ്ങൾ കമ്പനിക്കുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കസ്റ്റമർ സർവീസ്, ഞങ്ങളുടെ ക്ലീൻനെസ്, ഗുഡ് ക്വാളിറ്റി പ്രോഡക്റ്റ്, ഇതൊക്കെയാണ് ഞങ്ങളുടെ വിജയത്തിൻ്റെ രഹസ്യം. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ എക്സ്പാൻഷൻ പ്ലാൻസിനെ കുറിച്ച് എന്താണ്? എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഇനി B ക്ലാസ് സൂപ്പർ മാർക്കറ്റ് അല്ല, ഇനിയിപ്പം ഞങ്ങൾ മോളിലേക്കാണ് പോകുന്നത്. ഇപ്പം
മറ്റ് പല സ്ഥലങ്ങളും ഞങ്ങളിങ്ങനെ സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഫസ്റ്റ് എ ക്ലാസ് സൂപ്പർ മാർക്കറ്റിലേക്ക് നമ്മൾ പോകേണ്ട പരിപാടിയാണ്. മാറാനുള്ള പ്ലാനാണ്. പക്ഷേ ഈ ഒരു എക്സിസ്റ്റിംഗ് ബിൽഡിംഗിൽ എന്താണ് ചേഞ്ചസ് വരുത്താൻ പോകുന്നത്? ചേഞ്ചസ് വരുത്തുന്ന ഒരു 20,000 സ്ക്വയർ ഫീറ്റ് മെസാനിയൻ ഫ്ലോർ ഞങ്ങൾ അടുത്തായിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ റെന്യൂവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആയിക്കഴിഞ്ഞാൽ 35,000 സ്ക്വയർ ഫീറ്റ് സ്ഥലം ഇവിടെ ഉണ്ട്. ഇതൊരു ഹൈപ്പർ മാർക്കറ്റായിട്ട് രൂപീകരിക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ സാർ പറയുന്നത് സൂൺ ദിസ് വിൽ ബി ഹൈപ്പർ മാർക്കറ്റ്. Yeah. താഴെ ഇറ്റ് വിൽ ബി ഓൾ ഫുഡ് സ്റ്റഫ്സ് അല്ലേ? ആൻഡ് മേലത്തെ പോർഷൻ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ആക്കാനുള്ള പ്ലാൻ. അപ്പോൾ നെക്സ്റ്റ് ടൈം കസ്റ്റമേഴ്സ് വരുമ്പോൾ ഇറ്റ് വിൽ ബി എ ബിഗർ സ്റ്റോർ ആൻഡ് വിത്ത് മോർ ഡിഫറെന്റ് ഐറ്റംസ് അവൈലബിൾ. ഇപ്പം ഞങ്ങളുടെ അടുത്ത് 25,000 പ്രോഡക്റ്റ് ഉണ്ട്. ഓക്കെ, ഇത് ISO സർട്ടിഫിക്കറ്റ് UAE ആർക്കും കിട്ടിയിട്ടില്ല. സിറ്റി സെന്റർ സൂപ്പർ മാർക്കറ്റിന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഓൾ റൈറ്റ്. അതിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ നല്ല ഹൈജീനിക്, നല്ല ക്വാളിറ്റി, കസ്റ്റമർ കെയർ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ വിജയത്തിൻ്റെ പ്രധാന രഹസ്യം. സർ ആസ് ഓഫ് നൗ എത്ര ബ്രാഞ്ചസ് ഉണ്ട് UAE? ഞങ്ങൾക്ക് 5 ബ്രാഞ്ചസ് ഉണ്ട്. എവിടൊക്കെയാണെന്ന് പറയാമോ? ഒന്ന് അബുഷാര, സെക്കൻഡ് ബുത്തീന, തേർഡ് അൽവാദ, ഫോർത്ത് നമ്മൾ അൽക്കാൻ, ഫിഫ്ത്ത് കറാമ. ഇനി പുതിയതായിട്ട് ബ്രാഞ്ച് തുടങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് എവിടെ ആയിരിക്കും? അത് റാസൽ കൈമ, മറ്റ് ഇപ്പം മോളിലേക്കാണ് ഞങ്ങളുടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതാണ് ഇപ്പോഴത്തെ പരിപാടി. ഇപ്പോൾ ഈ ബി ക്ലാസ് സൂപ്പർ മാർക്കറ്റ് അതിപ്പം എ ക്ലാസ് ആക്കി മാറ്റേണ്ട പരിപാടിയാണ്. ഓക്കെ സർ, മറ്റുള്ള സൂപ്പർ മാർക്കറ്റ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് സിറ്റി സൂപ്പർ മാർക്കറ്റ്, ഹൗ ഇസ് ഇറ്റ് ഡിഫറെന്റ് ഫ്രം സിറ്റി സെന്റർ സൂപ്പർ മാർക്കറ്റ്? സിറ്റി സെന്റർ സൂപ്പർ മാർക്കറ്റ്, യെസ്, ഹൗ ഇസ് ഇറ്റ് ഡിഫറെന്റ് ഫ്രം അതർ സൂപ്പർ മാർക്കറ്റ്? ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രൈസ് വൈസ് ഓക്കെ വളരെ റീസണബിൾ പ്രൈസിന്, പിന്നെ നല്ല ക്വാളിറ്റി, പിന്നെ നല്ല കസ്റ്റമർ സർവീസ്, ഹോം ഡെലിവറി, ഇതൊക്കെ ഞങ്ങളെ സർവീസാണ് ഞങ്ങളെ ഇത് വളരെ പുരോഗമിക്കാനുള്ള ഒരു പ്രധാന കാരണം. ഓക്കെ ഓക്കെ, സോ താങ്ക് യു സോ മച്ച് സർ, താങ്ക് യു സോ മച്ച്. സിറ്റി സെന്റർ സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ റോഡ് ഷോയിൽ ഒരു ചെറിയ ബ്രേക്ക്.